പള്ളിക്കന്ന് ദൂരം നിസ്കരിക്കാൻ 5 മിനിറ്റ്, പെരയെന്ന് ദൂരം നിസ്കരിക്കാൻ 2 മിനിറ്റ്. അപ്പോൾ പള്ളിക്കന്ന് ഏറെയുള്ള 3 മിനിറ്റ് ആയിരിക്കുമായിരുന്നു. അതന്നെ പ്രശ്നം, അതന്നെയാണ് പ്രശ്നം. അള്ളാഹ്ക്കാണെങ്കിൽ രണ്ടിടത്തും 5 മിനിറ്റ് തന്നെയല്ലേ വേണ്ടേ, അല്ലെങ്കിൽ രണ്ടിടത്തും 3 മിനിറ്റ് തന്നെയല്ല വേണ്ടേ. അങ്ങനെയാണ് ഏറ്റവും എളുപ്പം തറാവി എവിടെ കഴിയാന്ന് നമ്മൾ നോക്കുക. അത് പിന്നെ കുറച്ച് 2 കിലോമീറ്റർ നടന്നിട്ട് അപ്പുറത്തെ പള്ളിയിലാണ് വേഗം കഴിയാച്ചാൽ നടന്നുകൊണ്ട് അങ്ങോട്ട് പോകും. ആ നടക്കണ പണിയുള്ളൂ ഇവിടെ, അത് കണ്ടിട്ട് കാര്യമില്ല. എന്നാലും അങ്ങനെയാണ്, നമ്മളങ്ങനെയാണ് ഇപ്പോൾ. ഞാനും നിങ്ങളും നമ്മളെല്ലാവരും അങ്ങനെയാണ്. നമുക്കിപ്പോൾ ഒക്കെ വേഗം കഴിയണം എന്നുള്ളതാണ്. അങ്ങനെ നമുക്കൊക്കെ 70,000 റമദാൻ മാസം വന്നിട്ടും വല്ല മാറ്റം ഉണ്ടാവുമോ എന്നുള്ളത് സംശയമല്ലേ. ഒന്ന് ആലോചിച്ച് നോക്കി നിങ്ങൾ. മാറണം, ശരിക്ക് മാറണം. കഴിഞ്ഞ വർഷത്തേക്കാൾ ഈ കൊല്ലം മാറ്റമുണ്ടായിരിക്കണം. അപ്പം എന്തേ പറഞ്ഞു? നോമ്പ് വലിയ മാറ്റത്തിനുള്ളതാണ്. ആ മാറ്റത്തിന് വേണ്ടി തയ്യാറെടുക്കണം. എല്ലാ നിലയിലും മാറണം. റമദാൻ പറഞ്ഞാൽ കരിച്ച് കളയുന്ന മാസം. അതിന് കരിക്കാൻ മാത്രം ഉണ്ടോ ഇല്ല എന്നുള്ളത് ആദ്യം തീരുമാനമാവണം. നമ്മളെ അഭിപ്രായത്തിൽ നമ്മൾ വലിയ തെറ്റുകാരൊന്നുമല്ല. നമ്മളിപ്പോൾ അതിനകത്ത് വലിയ തെറ്റൊന്നും ചെയ്തിട്ടില്ല. ഞാനൊരു ഉദാഹരണം പറയാം, നിങ്ങൾക്ക് വേഗം മനസ്സിലാവും. നമ്മളൊരു സൂപ്പർ മാർക്കറ്റ് തുടങ്ങുകയാണെന്ന് വിചാരിച്ചോളി. വിചാരിച്ചപ്പോൾ ചിലവൊന്നുമില്ലല്ലോ, തുടങ്ങാനല്ലേ പൈസ ചിലവുള്ളൂ. വിചാരിച്ചോളി ഒരു സൂപ്പർ മാർക്കറ്റ് തുടങ്ങുകയാണ് നമ്മൾ. അപ്പോൾ നമ്മക്കൈക്ക് ഒരു 4 പെൺകുട്ടികളെ സ്റ്റാഫായിട്ട് വേണം. പെൺകുട്ടികളെ വെക്കാൻ കാരണം എന്താ വെച്ചാൽ കുറഞ്ഞ ശമ്പളം കൊടുത്താൽ മതി എന്നുള്ളതും നല്ലോണം പണിയെടുക്കും എന്നുള്ളതുമാണ്. അപ്പോൾ ഒരു 4 പെൺകുട്ടികളെ വേണം. അപ്പോൾ നമ്മളിങ്ങനെ വാട്സപ്പിലൊക്കെ പരസ്യം വിട്ടു, പുതിയതായി ആരംഭിക്കുന്ന A to Z സൂപ്പർ മാർക്കറ്റിലേക്ക് പിന്നെ ഉദ്യോഗാർത്ഥിനികളെ ആവശ്യമുണ്ട്, പെൺകുട്ടികളെ ആവശ്യമുണ്ട് എന്ന് പറഞ്ഞിട്ട് പരസ്യം വിട്ടു. 8 ആളെ അപേക്ഷ വന്നു, 8 പെൺകുട്ടികൾ. 4 എണ്ണം വെളുത്തതും 4 എണ്ണം കറുത്തതും. ആരെ വെക്കുക? പീടിക്ക് 4 മനുഷ്യന്മാർ കയറണ്ടേ, അതിന് പറ്റിയത് വെക്കണ്ടേ. നമ്മളെങ്ങനെ ഇൻ്റർവ്യൂ ചെയ്താലും ആർക്കേ കിട്ടുള്ളൂ? വെളുത്ത 4 എണ്ണത്തിനേ കിട്ടുള്ളൂ. എന്താ കാര്യം? മറ്റുള്ളവരുടെ നേത്ര വ്യഭിചാരത്തെ വിറ്റ് കാശാക്കുക. അൽ ഐനാനി സിനാഹുമ അന്നദറു. കണ്ണിൻ്റെ വ്യഭിചാരം നോട്ടമാണെന്ന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു. വേറെയുള്ള മനുഷ്യന്മാരുടെ നേത്ര വ്യഭിചാരത്തെ വിറ്റ് കാശാക്കിയിട്ട് 313 റുപ്യ ബദരീങ്ങളാണ്ടിക്കേ. എന്തിന്? കുട്ടികൾ സ്വാലിഹാകാനേ. ഏത് പൈസ? ഈ ആരേലൊക്കെ പീടിക്ക് കയറണ്ടേ അറിഞ്ഞാണ്ട് ഈ വെളുത്ത് നിർത്തിയത്. ഈ വെളുത്തേനെ നിർത്തിയപ്പോൾ എൻ്റെ മനസ്സിലുണ്ടായത് എന്താ? പീടിക്ക് ആരേലൊക്കെ സാധനം വാങ്ങാൻ 4 ആൾക്കാർ കയറണമെങ്കിൽ ഒരു കോലുള്ളത് നിർത്തണ്ടേ എന്നാണ്. കോലുള്ളതിനെ കാണാൻ വേണ്ടി ആൾക്കാർ കയറി സാധനം വാങ്ങിയിട്ട് കിട്ടിയ ലാഭത്തുനിന്നേ 313 ബദരീങ്ങളാണ്ടിക്ക്. എന്തിന്? സിറാത്ത് പാലം കിടക്കുമ്പോൾ അവൻ്റെ കയ്യും പിടിച്ചിങ്ങാണ്ട് മക്കൾ മണ്ടണം. അതിന് ഈ കൊടുത്ത പൈസ ഏതാ? നമ്മൾ വ്യഭിചരിക്കുന്നുണ്ടോയെന്ന് ചോദിച്ചാൽ നമുക്ക് എന്ത് തോന്നും? ഇല്ല. പക്ഷെ വ്യഭിചാരത്തിൻ്റെ പങ്ക് നമ്മൾ പറ്റിയിട്ടുണ്ട്. വ്യഭിചാരത്തിൻ്റെ പങ്ക് നമ്മൾ പറ്റണു. അങ്ങനെ ആലോചിച്ച് നോക്കിയാൽ മദ്യത്തിൻ്റെ പങ്ക് നമ്മൾ പറ്റുന്നു, മയക്കുമരുന്നിൻ്റെ പങ്ക് നമ്മൾ പറ്റുന്നു, വേണ്ടാത്തതിൻ്റെ പങ്കുകൾ പറ്റുന്നു, കൈക്കൂലിയുടെ പങ്ക് നമ്മൾ പറ്റുന്നുണ്ട്, കൈക്കൂലിയുടെ പങ്ക് നമ്മൾ പറ്റുന്നുണ്ട്. ഇങ്ങനെ ഒരുപാട് സംഗതികൾ. അതുകൊണ്ട് ആലോചിച്ചാലേ പടച്ചോനെ കരിക്കാൻ മാത്രമൊക്കെ എൻ്റെ അടുത്ത് ഉണ്ടല്ലോ എന്ന് തോന്നുള്ളൂ. ശുദ്ധിയാക്കലിൽ വെച്ച് ഏറ്റവും വലിയ ശുദ്ധിയാക്കൽ തീ കൊണ്ടുള്ള ശുദ്ധിയാക്കലാണ്. ചില സാധനം മണ്ണോട് ശുദ്ധിയാവും, ചില സാധനങ്ങൾ മണ്ണോട് ശുദ്ധിയാവും, ചിലത് വെള്ളം കൊണ്ട് ശുദ്ധിയാവും. വളരെ പ്രധാനപ്പെട്ട ചില സാധനങ്ങൾ തീ കൊണ്ടാണ് ശുദ്ധിയാകുക. ഉദാഹരണം സ്വർണം. ബിക്കീരിൽ ബലായബ്ദു മിനത്തിബിരി ഹുസ്നുഹു വയഹ്സൂനുഹാ സുന്നഹ്സി വയബ്ദൂനുഹാ സുന്നഹ്സി ഫീ കുല്ലി മിഹ്നതി. സ്വർണം ശുദ്ധിയാക്കാൻ തീയാണ് ഉപയോഗിക്കാറുള്ളത്. അപ്പോൾ ശുദ്ധിയാക്കാൻ ഉപയോഗിക്കുന്നൊരു സാധനമാണ് തീ, അഗ്നി. അതാണ് കരിച്ച് കളയൽ എന്ന് പ്രയോഗിക്കാൻ കാരണം. പാപങ്ങളെ കരിച്ച് കളയണമെങ്കിൽ കരിക്കാൻ മാത്രം കുഴപ്പം നമ്മളെടുത്തുണ്ട് എന്ന് നമുക്ക് ആദ്യം തോന്നണം, എന്നാലേ ഉള്ളൂ.
നമ്മളെ അഭിപ്രായത്തിൽ നമ്മൾ ഗീബത്ത് പറയണില്ല. കാരണം എന്തേ, നമ്മൾ ഗീബത്ത് പറഞ്ഞതിൻ്റെ ശേഷം പറഞ്ഞില്ലേ ഞാൻ ഗീബത്തൊന്നും പറഞ്ഞല്ല, അങ്ങനെയല്ല. നമ്മൾ ഗീബത്തൊക്കെയാണ് പറഞ്ഞതിൻ്റെ ശേഷം നമ്മൾ പറയും എന്ത്, പിന്നെ ഞാൻ ഗീബത്ത് പറയല്ല കേട്ടോ, അല്ലെങ്കിൽ ആദ്യം പറയും എന്ത്, ഞാൻ ഗീബത്ത് പറയല്ല, റമദാൻ മാസമല്ലേ അതുകൊണ്ട് ഞാൻ ഗീബത്തൊന്നും അല്ല പറയണതെന്ന് പറഞ്ഞാണ്ടാണ് പറയും. അതന്നെ ഇതാദ്യം പറഞ്ഞതുകൊണ്ടും പറഞ്ഞത് ഗീബത്തല്ലാതാവില്ല, അവസാനം പറഞ്ഞതുകൊണ്ടും പറഞ്ഞത് ഗീബത്തല്ലാതെ ആവില്ല. നുണ അറിയുമ്പോൾ ആദ്യം പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഞാൻ നുണയൊന്നും പറയല്ല എന്ന് പറഞ്ഞാണ്ട് പച്ച പൊള്ളാണ്ട് പറഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും? അല്ല ഈ പൊള്ളാണ് പറഞ്ഞതിൻ്റെ ശേഷം ഞാൻ നുണ പറഞ്ഞല്ല പറഞ്ഞാൽ ആ നുണ അല്ലാതാവുമോ? അത് നുണ തന്നെയാണ്. അതേമാതിരി തന്നെയാണ് ഗീബത്ത്. ആദ്യം പറഞ്ഞിട്ടും കാര്യമില്ല, അവസാനം പറഞ്ഞിട്ടും കാര്യമില്ല. ഗീബത്ത് പറഞ്ഞാൽ ഗീബത്ത് തന്നെയാണ്, നമീമത്ത് പറഞ്ഞാൽ നമീമത്ത് തന്നെയാണ്. ഇങ്ങനെ ആലോചിച്ചാലേ പടച്ചോനെ കരിക്കാൻ മാത്രം ഉണ്ടല്ലോ എൻ്റെ അടുത്ത് എന്ന് തോന്നുള്ളൂ. ഓനെ റമദാൻ മുതലാവുള്ളൂ, അവനെ റമദാൻ മുതലാവുള്ളൂ. അതുകൊണ്ട് മനുഷ്യൻ്റെ ഏറ്റവും വലിയ തെറ്റ് എന്ന് പറയുന്നത് തെറ്റുകളെക്കുറിച്ചുള്ള അശ്രദ്ധയാകുന്നു എന്ന് ബഹുമാനപ്പെട്ട സയ്യിദുനാ അബൂ യസീദുൽ ബിസ്താമി റളിയല്ലാഹു അൻഹു പറഞ്ഞിരിക്കുന്നു. അപ്പം രണ്ടാമത്തെ ശുദ്ധിയാവൽ, അവയവങ്ങൾ തെറ്റുകളിൽ നിന്ന് ശുദ്ധിയാവണം, ഹറാമിനെ തൊടാതിരിക്കണം. എല്ലാ സാധനങ്ങൾക്കും വ്യഭിചാരമുണ്ട്. കണ്ണിൻ്റെ വ്യഭിചാരം നോട്ടാണ് എന്ന് ഞാൻ പറഞ്ഞു. കയ്യിൻ്റെ വ്യഭിചാരം തൊടലാണ്. അത് KSRTC ബസ്സിലെ കണ്ടക്ടറെ ആണെങ്കിലും ശരി, അതിന് പൈസ അങ്ങോട്ട് കൊടുത്തപ്പോഴല്ല ബാക്കി ഇങ്ങോട്ട് വാങ്ങിയപ്പോഴാണെങ്കിലും ശരി, കയ്യിൻ്റെ വ്യഭിചാരം തൊടലാണ്. നാവിൻ്റെ വ്യഭിചാരം സംസാരമാകുന്നു. കാലിൻ്റെ വ്യഭിചാരം നടത്തമാകുന്നു. ഒരുപാട് വിചാരമുണ്ട്. എൻ്റർടൈൻമെൻ്റ് വിചാരം, തോണ്ടൽ വിചാരം, എൻ്റർടൈൻമെൻറ്റ്. സ്റ്റാൻഡേർഡ് വിചാരമുണ്ട്. നിശാ ക്ലബ്ബുകൾ വലിയ പൈസയൊക്കെ ചിലവാക്കിയിട്ടുള്ള വിചാരം, എല്ലാതും വിചാരം തന്നെ. അങ്ങനെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഏതാ വിചാരമല്ലാത്തത്? അതുകൊണ്ട് ഹവാരിജുകൾ തൊടാതിരിക്കണം, ഹറാമിലേക്ക് നടക്കാതിരിക്കണം, ഹറാമിനെ കേൾക്കാതിരിക്കണം, ഹറാമിനെ കാണാതിരിക്കണം. അങ്ങനെ നമ്മുടെ എല്ലാ അവയവങ്ങളും ശുദ്ധിയായിരിക്കണം. ഹൃദയത്തിലേക്ക് 5 വാതിലുകളാണുള്ളത് എന്നാണ്. ഈമാൻ എന്ന് പറഞ്ഞാൽ ഹൃദയം എന്ന കിണറിൻ്റെ അടിയിൽ വെച്ച തിളങ്ങുന്ന മുത്താണ്. ഹൃദയം ഒരു കിണറാണ്. ആ കിണറിൻ്റെ അടിയിൽ വെച്ചിട്ടുള്ള ഒരു തിളങ്ങുന്ന മുത്താണ് ഈമാന്. അത് തിളങ്ങാതിരിക്കാൻ കാരണം അതിലേക്ക് 5 കൈത്തോടുകളിലൂടെ വേണ്ടാത്ത കലങ്ങിയ വെള്ളം വന്ന് ചാടുകയാണ്. തൊട്ടറിവ്, കണ്ടറിവ്, കേട്ടറിവ്, മണത്തറിവ്, രുചിച്ചറിവ് വേണ്ടാത്ത ഇങ്ങനെ വന്ന് ചാടുകയാണ്. നമ്മളിപ്പോൾ റമദാൻ മാസമായിട്ട് ഭക്ഷണം ഒഴിവാക്കിയിട്ടുണ്ടല്ലോ, ഭക്ഷണം ഒഴിവാക്കിയിട്ടുണ്ട്. പക്ഷെ നമ്മൾ മനസ്സുകൊണ്ട് ഒഴിവാക്കിയിട്ടുണ്ടാവില്ല. ശരീരം കൊണ്ട് ഭക്ഷണം ഒഴിവാക്കുമ്പോഴും മനസ്സുകൊണ്ട് ഒഴിവാക്കണില്ല. നമ്മളിപ്പോൾ ഇന്ന് രാവിലെ അല്ലെങ്കിൽ ളുഹർക്ക് പള്ളിക്കൊന്ന് ഇറങ്ങിയപ്പോൾ ഇങ്ങനെ ആലോചിച്ചത്, ഞമ്മക്ക് അസ്ർ നിസ്കാരം കഴിഞ്ഞ് പള്ളിക്കൊന്ന് പോരുമ്പോൾ നോമ്പ് ഇറക്കാൻ ഇങ്ങോട്ട് നോക്കി മനുഷ്യന്മാരെ, യാ നബി സലാം അലൈക്കും, യാ റസൂൽ സലാം അലൈക്കും, യാ ഹബീബ് സലാം അലൈക്കും, സലവാത്തുല്ലാഹി അലൈക്കും. ഇങ്ങോട്ട് നോക്കി. നമ്മൾ ളുഹർ നിസ്കരിക്കാൻ വേണ്ടി പെരേന്ന് പോരുമ്പോൾ ഇങ്ങനെ നമുക്കിന്ന് ഒലുമ്പാടില്ല, എല്ലാവർക്കും ഭക്ഷണമൊക്കെ ഒഴിവാക്കിയിട്ടുണ്ട്. ളുഹർ നിസ്കരിക്കാൻ വേണ്ടി വീട്ടിൽ നിന്ന് വരുമ്പോൾ നമ്മൾ ആലോചിച്ച്, പടച്ചോനെ ഇന്ന് അസ്ർ നിസ്കാരം കഴിഞ്ഞ് പെരേക്ക് വരുമ്പോൾ പൊരിച്ച കടി എന്താ വാങ്ങേണ്ടത്? നമ്മൾ ശരീരം കൊണ്ട് ഭക്ഷണം ഒഴിവാക്കിയിട്ടുണ്ടെങ്കിലും മനസ്സുകൊണ്ട് ഭക്ഷണം ഒഴിവാക്കിയിട്ടില്ല. ശരീരം കൊണ്ട് ഭക്ഷണം ഒഴിവാക്കിയിട്ടുണ്ടെങ്കിലും മനസ്സുകൊണ്ട് ഒഴിവാക്കിയിട്ടില്ല.